നമസ്കാരം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിലാണ്. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ ഇക്കാലയളവിനുള്ളിൽ നിരവധിയായ വിപ്ലവകരമായ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ച വിദ്യാലയമാണ് പാതായിക്കര AUP സ്കൂൾ. ഇന്ന് ഇവിടെ പുതിയ ഒരു ചരിത്രത്തിന് തുടക്കം കുറിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ആദ്യമായിക്കൊണ്ട് തന്നെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടിക്സ് പ്രോഗ്രാമിനാണ് തുടക്കം കുറിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സിലബസിന്റെ ഭാഗമായിക്കൊണ്ട് പുതിയ ഒരു അനുഭവത്തിനാണ് കാലഘട്ടത്തിനൊപ്പം ഈ ഒരു വിദ്യാലയം സഞ്ചരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോബോട്ടിക് പ്രോഗ്രാമിന് ഒരു എയ്ഡഡ് വിദ്യാലയത്തിൽ തുടക്കം കുറിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വിവരവിനിമയ സാങ്കേതിക വിദ്യയും അക്കാദമിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്തുന്ന ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കായി ഭൗതിക സാഹചര്യവും അക്കാദമിക നിലവാരവും കൂട്ടിയിണക്കി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ പാതായിക്കര AUP സ്കൂളിൽ പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടിക് പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങളിലും സാങ്കേതിക വിദ്യയിലും പാഠ്യേതര വിഷയങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന പാതായിക്കര സ്കൂളിൽ ആരംഭിച്ച അതിനൂതന സംവിധാനമായ AI റോബോട്ടിക് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കൗൺസിലർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. AI സാങ്കേതിക വിദ്യ ലോകത്തെ നിയന്ത്രിക്കുമ്പോൾ പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളും റോബോട്ടിക് സാങ്കേതിക വിദ്യകളെക്കുറിച്ച് അടിസ്ഥാന ബോധമുള്ളവരായിരിക്കണമെന്ന മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നിർബന്ധ ബുദ്ധി ഒന്നുതന്നെയാണ് പാതായിക്കര AUP സ്കൂളിലും ഇത്തരത്തിലുള്ള അതിനൂതന സംവിധാനം പാഠ്യവിഷയമാക്കി മാറ്റാനുള്ള പ്രധാന കാരണം. പാതായിക്കരയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിലും അധികൃതർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയങ്ങളിലൊന്നായി പാതായിക്കര AUP സ്കൂൾ എല്ലാ രംഗങ്ങളിലും മുൻപന്തിയിലെത്തി നിൽക്കുകയാണെന്ന് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പാതായിക്കരക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന്. കാരണം 9 വർഷം മുൻപാണ് ഈ സ്കൂൾ ഏറ്റെടുത്ത മാനേജർ സുനിൽ ചെമ്പത്ത് പറഞ്ഞത്, ഞാൻ ഈ പ്രാദേശിക തലത്തിലുള്ള ഈ വിദ്യാലയത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റും. അത് ഭൗതിക സാഹചര്യത്തിൽ മാത്രമല്ല, സാങ്കേതിക വിദ്യയിലും പഠന നിലവാരത്തിലും. ആ വാക്ക് ഇന്ന് പാലിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വിദ്യാലയങ്ങളിൽ ഒന്നായി എല്ലാ രംഗത്തും മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള റോബോട്ടിക് എഞ്ചിനീയറിങ്ങിൻ്റെയും സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ. അത് മലപ്പുറം ജില്ലയ്ക്കാകെ അഭിമാനമാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും വളരെയധികം ആവേശത്തോടെയാണ് റോബോട്ടിക് സംവിധാനങ്ങളെ വരവേറ്റത്. ഏറെ ആശ്ചര്യത്തോടെയാണ് വിദ്യാർത്ഥികൾ റോബോട്ടുകളുടെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചതും. വിദ്യാർത്ഥികൾക്കായി ഡെമോ ക്ലാസുകളും സംഘടിപ്പിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും റോബോട്ടിക്കിന്റെയും പഠന ക്ലാസുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് മാനേജ്മെന്റ്. ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി റോബോട്ടിക് ടെക്നോളജിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സ്കൂളിൽ തുടക്കം കുറിക്കുന്നതെന്ന് മാനേജർ സുനിൽ ചെമ്പത്ത് വ്യക്തമാക്കി. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി കുട്ടികളെല്ലാം അക്കാദമിക നിലവാരത്തിൽ മെച്ചപ്പെടുത്തി വന്നപ്പോൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏർപ്പാടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന റോബോട്ടിക് ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇന്ന് നമ്മുടെ സ്കൂളിലും അതിനുവേണ്ടി തുടക്കം കുറിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടിക് ടെക്നോളജിയുടെയും പഠന ക്ലാസുകൾ അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ കുട്ടികൾക്കും ഏർപ്പാടാക്കി കൊടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമ്മുടെ സ്കൂളിൽ ഇന്ന് അരങ്ങേറുന്നത്. അതിന് എല്ലാവിധ ആളുകളും, നാട്ടുകാരും അധ്യാപകരും നമ്മുടെ മറ്റ് വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിന് വളരെ വലിയ സപ്പോർട്ടാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആവേശപൂർവ്വമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ റോബോട്ടിനെ ഇന്ന് വരവേൽക്കുന്നത്. 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ റോബോട്ടിക് ടെക്നോളജിയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അവബോധമുണ്ടാക്കി മറ്റ് ക്ലാസ്സുകളിൽ തുടർ പഠനങ്ങൾക്കുള്ള ഒരു സാധ്യത ഈ പാതായിക്കര AUP സ്കൂളിൽ നിന്നും തുടങ്ങണം എന്ന നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റോബോട്ടിക് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ക്ലാസുകൾ അടുത്ത അധ്യയന വർഷം മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്.
സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന അതിനൂതന ഘട്ടത്തിലാണ് പാതായിക്കര AUP സ്കൂൾ. സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്കിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും പഠിക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇതിന്റെ പഠനത്തിനാവശ്യമായ 15ഓളം കിറ്റുകൾ വിദ്യാലയത്തിൽ സജ്ജമാക്കും. ടാലന്റ് ലാബുമായി സഹകരിച്ച് എല്ലാ ശനിയാഴ്ചയുമാണ് ക്ലാസുകൾ നടക്കുക. 10 മണി മുതൽ 1 മണി വരെ 3 മണിക്കൂർ കിറ്റുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ റോബോട്ടിനെ നിർമ്മിക്കാൻ പ്രാപ്തരാക്കും. 3 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ ഒരു റോബോട്ടിനെ നിർമ്മിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് HM AP ഷിബു പറഞ്ഞു. മുഴുവൻ കുട്ടികൾക്കും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ റോബോട്ടിക്സ് തരംഗം പഠിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു റോബോട്ട് കുട്ടികളുടെ മുഴുവൻ ഒരു സന്തോഷത്തിനും അതുപോലെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് മുഴുവൻ കുട്ടികൾക്കും പഠനത്തിന് കൂടി അവസരം നൽകുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കിറ്റ് ഈ റോബോട്ടിക്സ് പഠനത്തിന് വേണ്ടി നമ്മുടെ വിദ്യാലയത്തിലേക്ക് ഏകദേശം 15ഓളം കിറ്റുകൾ നമ്മൾ വാങ്ങുന്നു. നമ്മുടെ വിദ്യാലയം വളരെയധികം മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ടാലന്റ് ലാബുമായി കൂട്ടിയിണക്കിക്കൊണ്ട് എല്ലാ ശനിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ട രീതിയിൽ ഈ റോബോട്ടിക്സ് പഠനം കൂടി നമ്മൾ കൊണ്ടുവരാനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു കുട്ടി ഏറ്റവും ഒരു റോബോട്ടിക്സിന്റെ ഒരു മിനിയേച്ചർ, അതായത് ഒരു ചെറിയ രൂപം നമ്മുടെ വിദ്യാലയത്തിൽ തന്നെ ഉണ്ടാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാതായിക്കര AUP സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഒരു കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നതെന്ന് PTA പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത് അഭിപ്രായപ്പെട്ടു. മുൻകാലങ്ങളിൽ മാനവരാശിയുടെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന AI ടെക്നോളജിയും റോബോട്ടിക്സും നടപ്പിലാക്കുക വഴി പാതായിക്കര AUP സ്കൂള് വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയിരിക്കുന്നത് ഒരു വലിയ കുതിച്ചുത ചാട്ടം തന്നെയാണ്. എല്ലാ രക്ഷിതാക്കളും നാട്ടുകാരും നമ്മുടെ വിദ്യാർത്ഥികളും ഈ ഒരു അവസരം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചടങ്ങിൽ AO കുഞ്ഞുമൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ ചന്ദ്രൻ പരിപാടികൾ വിശദീകരിച്ചു. മുൻ AO അജിത് കുമാർ, കൂട്ടാലശ്ശേരി സ്കൂൾ മാനേജർ മുരളി വളാംകുളം, എടത്തറ സ്കൂൾ മാനേജർ ഉമ്മർ മാസ്റ്റർ, PTA പ്രസിഡന്റ് വിനോദ് പാവുംപാടത്ത്, മാനേജർ സുനിൽ ചെമ്പത്ത്, HM ഷിബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. പാതായിക്കര സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും വലിയ ആകാംക്ഷയിലും കൗതുകത്തിലും തന്നെയാണ്. അടുത്ത അധ്യയന വർഷത്തോടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥിക്കും സ്വന്തമായി റോബോട്ടിനെ നിർമ്മിച്ചെടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. പാതായിക്കര AUP സ്കൂളിൽ നിന്നും അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.